ിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പർ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവറിൻ്റെയാണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 039/2024. ഫസ്റ്റ് ചോദ്യം, യുനെസ്കോയുടെ ലോക പൈതൃക പദവി ലഭിച്ച ഇന്ത്യയിലെ സർവകലാശാല. ഉത്തരം ഓപ്ഷൻ എ വിശ്വഭാരതി സർവകലാശാല. ചോദ്യം 2, JC ഡാനിയൽ പുരസ്കാരം ആദ്യമായി ലഭിച്ചത് ആർക്കാണ്? ഉത്തരം ഓപ്ഷൻ ഡി TE വാസുദേവൻ. ചോദ്യം 3, കോമൺവെൽത്ത് ഗെയിംസ് ആദ്യമായി നടന്നത് എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ സി ഹാമിൽട്ടൺ. ചോദ്യം 4, ഹാങ്ജോ ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് എത്ര മെഡൽ ലഭിച്ചു? ഉത്തരം ഓപ്ഷൻ ഡി 107. ചോദ്യം 5, നീതി ആയോഗിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരാണ്? ഉത്തരം ഓപ്ഷൻ എ BVR സുബ്രഹ്മണ്യൻ. ചോദ്യം 6, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ 1929 ലാഹോർ സമ്മേളനത്തെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി 1ഉം 2ഉം. ചോദ്യം 7, തെറ്റായ ജോഡി കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ഡി അനുശീലൻ സമിതി ചന്ദ്രശേഖർ ആസാദ്. ചോദ്യം 8, ശാശ്വത ഭൂനികുതി വ്യവസ്ഥയെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി. ചോദ്യം 9, ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ. ഉത്തരം ഓപ്ഷൻ ബി ഹീരാലാൽ സമരിയ. ചോദ്യം 10, ഉത്തരപർവ്വത മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഉത്തരാഖണ്ഡ്, ടിബറ്റ് എന്നിവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന ചുരം. ഉത്തരം ഓപ്ഷൻ എ ലിപുലേഖ്. ചോദ്യം 11, താഴെ തന്നിരിക്കുന്നവയിൽ ഹിമാലയൻ നദിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഉത്തരം ഓപ്ഷൻ ഡി 1ഉം 3ഉം ശരി. ചോദ്യം 12, ചുവടെ തന്നിരിക്കുന്നവയിൽ ബില്യൺ ഷീറ്റുകളുടെ തോത് ഏത്? ഉത്തരം ഓപ്ഷൻ ഡി 1:10 ലക്ഷം. ചോദ്യം 13, നവംബർ മുതൽ മാർച്ച് വരെയുള്ള ഇന്ത്യയിലെ കാർഷിക കാലാവസ്ഥ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി റാബി. ചോദ്യം 14, ഇടുക്കി കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ആകുവാൻ കൂട്ടിച്ചേർത്ത വില്ലേജ് ഏത്? ഉത്തരം ഓപ്ഷൻ സി ഇടമലക്കുടി. ചോദ്യം 15, പുറംപണി ഔട്ട്സോഴ്സിംഗ് പുറംപണിയുമായി ബന്ധമില്ലാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ ഡി 4 മാത്രം. ചോദ്യം 16, ഏഷ്യൻ ഗെയിംസ് 2023 ഇന്ത്യയുടെ മെഡൽ നില താഴെ തന്നിരിക്കുന്നതിൽ ശരിയായത് കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ എ 28 സ്വർണം, 38 വെള്ളി, 41 വെങ്കലം. ചോദ്യം 17, ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ഛോട്ടാ നാഗ്പൂർ. ചോദ്യം 18, ഇന്ത്യയിലെ ആസൂത്രണ കമ്മീഷനുമായി ബന്ധമില്ലാത്തത്. ഉത്തരം ഓപ്ഷൻ ഡി റിസർവ് ബാങ്ക്. ചോദ്യം 19, സപ്തഋഷി എന്ന പദം താഴെ തന്നിരിക്കുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ ബി 2023-24 യൂണിയൻ ബഡ്ജറ്റ്. ചോദ്യം 20, താഴെ പറയുന്നവയിൽ ഭരണഘടനാ നിർമ്മാണ സഭയുമായി യോജിക്കുന്ന പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ഡി. ചോദ്യം 21, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖവുമായി ബന്ധപ്പെട്ട യോജിക്കുന്ന പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ സി. ചോദ്യം 22, ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ ഭാഗത്താണ് പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ബി ഭാഗം 2. ചോദ്യം 23, ഇന്ത്യയുടെ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചത് ഏത് ആർട്ടിക്കിൾ ആണ്? ഉത്തരം ഓപ്ഷൻ സി ആർട്ടിക്കിൾ 32. ചോദ്യം 24, ഇന്ത്യയിൽ പഞ്ചായത്തി രാജ് സംവിധാനം നടപ്പിലാക്കിയ 73ാം ഭരണഘടനാ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട യോജിക്കുന്ന പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ സി. ചോദ്യം 25, താഴെ പറയുന്നവയിൽ ഭരണഘടനാ സ്ഥാപനം അല്ലാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ ബി നീതി ആയോഗ്. ചോദ്യം 26, ലോകസഭയിലും സംസ്ഥാന നിയമസഭകളിലും 1/3 സീറ്റുകൾ സ്ത്രീകൾക്കായി സംവരണം
ചെയ്യുന്നതിനായി പാർലമെന്റ് പാസാക്കിയ ഇന്ത്യൻ ഭരണഘടനയുടെ 106 ഭേദഗതി നിയമത്തിന് നൽകിയിരിക്കുന്ന പേര്? ഉത്തരം ഓപ്ഷൻ സി, നാരി ശക്തി വന്ദൻ അധിനിയം. ചോദ്യം 27. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് ആര്? ഉത്തരം ഓപ്ഷൻ ബി, ഗവർണർ. ചോദ്യം 28. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി, മുഖ്യമന്ത്രി. ചോദ്യം 29. മാതാപിതാക്കൾ രണ്ടുപേരും അഥവാ ഒരാൾ മരണപ്പെട്ട് സാമ്പത്തിക പരാധീനത അനുഭവിക്കുന്ന കുടുംബങ്ങളിലെ കുട്ടികൾക്ക് സ്വഭവനങ്ങളിൽ അല്ലെങ്കിൽ ബന്ധുഭവനങ്ങളിൽ താമസിച്ചു വിദ്യാഭ്യാസം ചെയ്യാൻ കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ പ്രതിമാസം നൽകുന്ന ധനസഹായ പദ്ധതിയുടെ പേര് എന്താണ്? ഉത്തരം ഓപ്ഷൻ ബി, സ്നേഹപൂർവ്വം. ചോദ്യം 30. താഴെ പറയുന്നവയിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമാക്കി സംസ്ഥാന തദ്ദേശ സ്വയംഭരണ വകുപ്പ് ആവിഷ്കരിച്ച കുടുംബശ്രീയുമായി യോജിക്കുന്ന പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ഡി, ഇവയെല്ലാം. ചോദ്യം 31. കണ്ണീരിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, ലൈസോസോം. ചോദ്യം 32. ഓട്ടിസം ബാധിച്ചവരുടെ സമഗ്ര പുരോഗതിക്കായി കേരള സാമൂഹിക സുരക്ഷാ മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരെന്താണ്? ഉത്തരം ഓപ്ഷൻ ഡി, സ്പെക്ട്രം. ചോദ്യം 33. ചിപ്കോ പ്രസ്ഥാനത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് രൂപം കൊണ്ട് പരിസ്ഥിതി സംഘടനയായ അപ്പിക്കോ ഇന്ത്യയിലെ ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ എ, കർണാടക. ചോദ്യം 34. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ജീവിതശൈലീ രോഗങ്ങൾ തിരിച്ചറിഞ്ഞെഴുതുക. ഉത്തരം ഓപ്ഷൻ സി. ചോദ്യം 35. കോൺവെക്സ് ദർപ്പണവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത്? ഉത്തരം ഓപ്ഷൻ സി, 2ഉം 3ഉം ശരി. ചോദ്യം 36. ഒരു ദ്രാവകത്തിൽ ഒരു വസ്തുവിന് അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെന്ന് കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ഡി, ഇവയെല്ലാം ശരി. ചോദ്യം 37. ISROയുടെ ചന്ദ്രയാൻ 3 ദൗത്യവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏത്? ഉത്തരം എ, എല്ലാം ശരിയാണ്. ചോദ്യം 38. എക്സ് എന്ന മൂലകത്തിന്റെ ആറ്റത്തിൽ 3 ഷെല്ലുകൾ ഉണ്ട്. ഈ മൂലകത്തിന്റെ ബാഹ്യതമ ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ അടങ്ങിയിരിക്കുന്നു. ഈ മൂലകം ഏത് പീരിയഡിലും ഗ്രൂപ്പിലും ഉൾപ്പെടുന്നു? ഉത്തരം ഓപ്ഷൻ ബി, 3ആം പീരിയഡ് 1ആം ഗ്രൂപ്പ്. ചോദ്യം 39. വാതക തന്മാത്രകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ സി, 2ഉം 3ഉം ശരി. ചോദ്യം 40. 2023 രസതന്ത്ര നോബൽ പ്രൈസ് പുരസ്കാരം താഴെ പറയുന്നവയിൽ ഏത് വിഷയവുമായി ബന്ധപ്പെട്ടാണെന്ന് കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ഡി, ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടുപിടുത്തവുമായി അതിൻ്റെ സങ്കലനവും. ചോദ്യം 41. മാത്സ് ആണ് ഇവിടെ തുടങ്ങുന്നത്. മാത്സിൻ്റെ ക്ലാസ്സുകൾ പിന്നീട് എടുക്കുന്നതായിരിക്കും. ഇത് ക്വസ്റ്റ്യനും ആൻസറും മാത്രം പറഞ്ഞു പോകുന്നതാണ്. ചോദ്യം 41. 1നും 100നും ഇടയിൽ 7ൻ്റെ ഗുണിതങ്ങൾ എത്ര എണ്ണം ഉണ്ട്? ഉത്തരം ഓപ്ഷൻ ഡി, 14. ചോദ്യം 42. ABCD എന്നീ വരകൾ സമാന്തരങ്ങളാണ് എങ്കിൽ x ഡിഗ്രി ഈക്വൽ ടു? ഉത്തരം ഓപ്ഷൻ സി, 80. ചോദ്യം 43. പൈതഗോറിയൻ ത്രയങ്ങളിൽ പെടാത്തവ ഏത്? ഉത്തരം ഓപ്ഷൻ സി. ചോദ്യം 44. ABCD എന്ന സമചതുരത്തിന്റെ ഒരു വശത്തിന്റെ നീളം എത്ര? ഉത്തരം ഓപ്ഷൻ എ. ചോദ്യം 45. ഉത്തരം ഓപ്ഷൻ ബി. ചോദ്യം 46. ഉത്തരം ഓപ്ഷൻ ബി. ചോദ്യം 47. ഉത്തരം ഓപ്ഷൻ ബി. ചോദ്യം 48. ഉത്തരം ഓപ്ഷൻ ഡി. ചോദ്യം 49. ഉത്തരം ഓപ്ഷൻ എ. ചോദ്യം 50. ഉത്തരം ഓപ്ഷൻ ഡി. ചോദ്യം 51. ക്രിമിനൽ ബാധ്യതയിൽ നിന്ന് ഒഴിവാക്കേണ്ട കുട്ടിയുടെ പ്രായം എത്രയാണ്?
ഉത്തരം ഓപ്ഷൻ ബി 7 വർഷത്തിൽ താഴെ. ചോദ്യം 52. സ്വമേധയാ ഉള്ള ലഹരി. ഉത്തരം ഓപ്ഷൻ സി ഒരു കുറ്റവും നിയോഗിക്കുന്നതിന് ഒഴികഴിവില്ല. ചോദ്യം 53. IPCയുടെ 97-ാം വകുപ്പ് സ്വത്തിന്റെ സ്വകാര്യ സംരക്ഷണത്തിനുള്ള അവകാശം ഇനി പറയുന്ന കുറ്റങ്ങളിലേക്കും വ്യാപിപ്പിക്കുന്നു. ഉത്തരം ഓപ്ഷൻ സി മോഷണവും കവർച്ചയും. ചോദ്യം 54. 16 വയസ്സിന് താഴെയുള്ള അവിവാഹിതയായ പെൺകുട്ടിയെ പിതാവിന്റെ സമ്മതമില്ലാതെയാണ് പ്രതി കൂട്ടിക്കൊണ്ടുപോയത്. കുട്ടിക്ക് 16 വയസ്സിന് മുകളിൽ പ്രായമുണ്ടെന്ന് വിശ്വസിച്ചാണ് പ്രതി കൂട്ടിക്കൊണ്ടുപോയത്. ഉത്തരം ഓപ്ഷൻ എ ഈ പ്രവൃത്തി നിയമവിരുദ്ധമായതിനാൽ നിയമപ്രകാരം പ്രതിരോധം നേടാനാവില്ല. ചോദ്യം 55. ഏതു കേസുകളിലാണ് വാറന്റില്ലാതെ ഒരാളെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് കഴിയുക? ഉത്തരം ഓപ്ഷൻ ഡി 7 വർഷത്തിൽ കൂടുതൽ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ. ചോദ്യം 56. ക്രിമിനൽ പ്രൊസീജിയർ കോഡിന്റെ സെക്ഷൻ 2 സബ്സെക്ഷൻ എക്സ് പ്രകാരം വധശിക്ഷയോ ജീവപര്യന്തമോ അല്ലെങ്കിൽ ഡാഷ് വർഷങ്ങളിൽ കൂടുതലുള്ള തടവോ ആയ ഒരു കുറ്റവുമായി ബന്ധപ്പെട്ടതാണ് വാറന്റ് കേസ്. ഉത്തരം ഓപ്ഷൻ ബി 2. ചോദ്യം 57. 1973 ക്രിമിനൽ നടപടി ചട്ടത്തിന്റെ 164-ാം വകുപ്പ് പ്രകാരം. ഉത്തരം ഓപ്ഷൻ എ പോലീസോ അന്വേഷണ ഏജൻസികളോ ഹാജരാക്കുന്ന ഒരാളുടെ മൊഴി മാത്രമേ രേഖപ്പെടുത്താൻ കഴിയൂ. ചോദ്യം 58. തെളിവ് നിയമത്തിലെ വകുപ്പ് 32 സബ്സെക്ഷൻ 4 പ്രകാരം പ്രഖ്യാപനത്തിൽ എന്താണ് ഉൾപ്പെടുന്നത്? ഉത്തരം ഓപ്ഷൻ എ പൊതു അവകാശങ്ങളും ആചാരങ്ങളും സ്വീകാര്യമാണ്. ചോദ്യം 59. തെളിവ് നിയമത്തിലെ സെക്ഷൻ 45 പ്രകാരം ഒരു വിദഗ്ധന്റെ അഭിപ്രായം. ഉത്തരം ഓപ്ഷൻ സി പിന്തുണയ്ക്കുന്നതും സ്ഥിരീകരിക്കുന്നതുമായ സ്വഭാവമാണ്. ചോദ്യം 60. 2011 കേരള പോലീസ് ആക്ട് പ്രകാരം പബ്ലിക് ഓർഡറിന്റെയോ അപകടത്തിന്റെയോ ഗുരുതരമായ ലംഘനത്തിന് കാരണമായതിന് പിഴ ചുമത്താനുള്ള സാഹചര്യം. ഉത്തരം ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞ എല്ലാം. ചോദ്യം 61. കമ്മ്യൂണിറ്റി പോലീസിംഗ് ഏത് പ്രസ്താവനയാണ് തെറ്റെന്ന് കണ്ടെത്തുക? ഉത്തരം ഓപ്ഷൻ സി കമ്മിറ്റിക്ക് പോലീസിന്റെ എല്ലാ അധികാരവും ഉണ്ടായിരിക്കും. ചോദ്യം 62. കേരള പോലീസ് ആക്ട് പ്രകാരം പോലീസ് ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റം എങ്ങനെയായിരിക്കണം? ഉത്തരം ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം. ചോദ്യം 63. പോക്സോ നിയമപ്രകാരം ആരെയാണ് കുട്ടിയായി കണക്കാക്കുന്നത്? ഉത്തരം ഓപ്ഷൻ എ 18 വയസ്സിന് താഴെയുള്ള ഏതൊരു വ്യക്തിയും. ചോദ്യം 64. 2012 പോക്സോ നിയമത്തിലെ ഏത് വകുപ്പാണ് ലൈംഗിക അതിക്രമത്തിനുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ സി 2012 പോക്സോ നിയമത്തിന്റെ സെക്ഷൻ 4. ചോദ്യം 65. കമ്പ്യൂട്ടറുകൾ ഹാക്ക് ചെയ്യുന്നതിനുള്ള ശിക്ഷ എന്താണ്? ഉത്തരം ഓപ്ഷൻ ഡി 3 വർഷം തടവ് അല്ലെങ്കിൽ 2 ലക്ഷം രൂപ പിഴ അല്ലെങ്കിൽ രണ്ടും. ചോദ്യം 66. മുൻകൂർ അനുമതിയില്ലാതെ കമ്പ്യൂട്ടർ ആക്സസ് ചെയ്യുന്നത് ഡാഷ് പ്രകാരം വരുന്ന ഒരു സൈബർ കുറ്റകൃത്യമാണ്. ഉത്തരം ഓപ്ഷൻ ബി വകുപ്പ് 66. ചോദ്യം 67. 2005 വിവരാവകാശ നിയമത്തിന് കീഴിലുള്ള വിവരങ്ങൾ എന്നതിൻ്റെ നിർവചനത്തിൽ താഴെ പറയുന്നവയിൽ ഏതാണ് ഉൾപ്പെടാത്തത്? ഉത്തരം ഓപ്ഷൻ സി പ്രോസസ് സമയത്ത് നോട്ടിങ്ങുകൾ ഫയൽ ചെയ്യുക. ചോദ്യം 68. വിവരാവകാശ നിയമത്തിന്റെ 2005 സെക്ഷൻ 8 സബ്സെക്ഷൻ 1 പ്രകാരം സെൻട്രൽ ഓഫ് സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് വെളിപ്പെടുത്തലിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട വിവരങ്ങൾ വെളിപ്പെടുത്താവുന്നതാണ്. ഉത്തരം ഓപ്ഷൻ എ പ്രസ്താവന ശരിയാണ്. ചോദ്യം 69. 1985 നർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റാൻസസ് ആക്ടിന്റെ സെക്ഷൻ 25 എന്താണ്? ഉത്തരം ഓപ്ഷൻ ബി ഒരു കുറ്റം ചെയ്യാൻ സ്ഥലവും മറ്റും അനുവദിച്ചതിനുള്ള ശിക്ഷ. ചോദ്യം 70. 1985 നർക്കോട്ടിക്സ് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റാൻസസ് ആക്ടിന്റെ ഏത് വകുപ്പാണ് മുൻ ശിക്ഷയ്ക്ക് ശേഷമുള്ള കുറ്റകൃത്യങ്ങൾക്കുള്ള വർദ്ധിച്ച ശിക്ഷയെക്കുറിച്ച് പറയുന്നത്?
ഉത്തരം ഓപ്ഷൻ ബി 1985 നർക്കോട്ടിക് ഡ്രഗ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റാൻസസ് ആക്ടിൻ്റെ സെക്ഷൻ 31. ചോദ്യം 71. പുതുതായി രജിസ്റ്റർ ചെയ്യുന്ന നോൺ ട്രാൻസ്പോർട്ട് വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ കാലാവധി എത്ര വർഷമാണ്? ഉത്തരം ഓപ്ഷൻ സി 15. ചോദ്യം 72. ഒരു ഗുഡ്സ് വാഹനത്തിൻ്റെ ഭാരവും നിയമാനുസൃതമായി അതിൽ കയറ്റാവുന്ന സാധനങ്ങളുടെ ഭാരവും 12 ടണ്ണിൽ കൂടുതലായാൽ ആ വാഹനം താഴെ പറയുന്ന ഏത് കാറ്റഗറിയിൽ പെടും? ഉത്തരം ഓപ്ഷൻ എ കാറ്റഗറി N3. ചോദ്യം 73. ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കി നൽകുന്നത് മോട്ടോർ വാഹന നിയമം 1988 ഏത് സെക്ഷൻ പ്രകാരമാണ്? ഉത്തരം ഓപ്ഷൻ ബി സെക്ഷൻ 15. ചോദ്യം 74. മോട്ടോർ വാഹന നിയമം 1989 ഏത് റൂളിലെ വ്യവസ്ഥകൾക്കനുസരിച്ചാണ് ഡ്രൈവിംഗ് ലൈസൻസ് അസാധുവാക്കുകയോ താൽക്കാലികമായി റദ്ദാക്കുകയോ ചെയ്യുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി റൂൾ 21. ചോദ്യം 75. ഒരു പ്രദേശത്തെ ലൈസൻസിംഗ് അതോറിറ്റിയായി നിയമിച്ചിരിക്കുന്നത് ആരെയാണ്? ഉത്തരം ഓപ്ഷൻ ബി റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ. ചോദ്യം 76. താഴെ പറയുന്നവയിൽ പബ്ലിക് സർവീസ് വാഹനം അല്ലാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ സി ഗുഡ്സ് കാരിയേജ്. ചോദ്യം 77. താഴെ പറയുന്നവ ഏത് വാഹനത്തിനാണ് പെർമിറ്റിന്റെ ആവശ്യകത ഇല്ലാത്തത്? ഉത്തരം ഓപ്ഷൻ ബി ആംബുലൻസ്. ചോദ്യം 78. താഴെ പറയുന്നതിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി. ചോദ്യം 79. ഒരു തുരങ്കത്തിൽ ഡ്രൈവർ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യം? ഉത്തരം ഓപ്ഷൻ ഡി ഇവയെല്ലാം. ചോദ്യം 80. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി. ചോദ്യം 81. ഡ്രൈവിംഗ് പഠനത്തിൻ്റെ സിലബസ് ക്രമീകരിച്ചിരിക്കുന്നത് ഏത് റൂൾ പ്രകാരമാണ്? ഉത്തരം ഓപ്ഷൻ എ റൂൾ 31. ചോദ്യം 82. നിങ്ങൾ ഓടിക്കുന്ന വാഹനം അപകടത്തിൽപ്പെട്ട് ആർക്കെങ്കിലും പരിക്ക് പറ്റിയാൽ എന്ത് ചെയ്യണം? ഉത്തരം ഓപ്ഷൻ ബി പരിക്ക് പറ്റിയ ആൾക്ക് വൈദ്യസഹായം ലഭ്യമാക്കുന്നതോടൊപ്പം അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിവരമറിയിക്കണം. ചോദ്യം 83. താഴെ പറയുന്നവയിൽ എമർജൻസി വാഹനം അല്ലാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ എ അപകടകരമായ വസ്തുക്കൾ കൊണ്ടുപോകുന്ന വാഹനങ്ങൾ. ചോദ്യം 84. താഴെ പറയുന്നവയിൽ വാഹന നിയന്ത്രണത്തിന് സഹായിക്കുന്ന ലഘു നിയന്ത്രണോപാധി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ഇവയെല്ലാം. ചോദ്യം 85. ഒരു ഡ്രൈവർ റോഡിലെ ആപത്കരങ്ങളായ ഹസാർഡുകളെ കണ്ടെത്തി അവ തനിക്ക് എത്രത്തോളം അപകടകാരിയാണെന്ന് ദീർഘവീക്ഷണം ചെയ്തു. അപകടം ഒഴിവാക്കുന്നതിന് താൻ എന്ത് ചെയ്യണമെന്ന് തീരുമാനിച്ചു. അതിനനുസരിച്ച് വാഹനം നിയന്ത്രിക്കുന്ന രീതിക്ക് പറയുന്ന പേര്? ഉത്തരം ഓപ്ഷൻ സി IPDE. ചോദ്യം 86. കേരളത്തിലെ 4 വരി ദേശീയപാതകളിൽ മോട്ടോർ കാറുകൾക്ക് അനുവദിച്ചിട്ടുള്ള പരമാവധി വേഗത? ഉത്തരം ഓപ്ഷൻ ബി 100 km/h. ചോദ്യം 87. ഒരു ചരക്ക് വാഹനത്തിൽ അമിതഭാരം കയറ്റിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുവാൻ അധികാരപ്പെടുത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥൻ? ഉത്തരം ഓപ്ഷൻ സി അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ. ചോദ്യം 88. താഴെയുള്ള പ്രസ്താവനകളിൽ ശരിയേത്? ഉത്തരം ഓപ്ഷൻ സി. ചോദ്യം 89. മോട്ടോർ വാഹന നിയമം 1988 സെക്ഷൻ 185 പ്രകാരം രക്തപരിശോധനയിൽ ഒരു ഡ്രൈവർ മദ്യപിച്ച വാഹനം ഓടിക്കുന്നതായ കുറ്റം ചുമത്തപ്പെടാൻ വേണ്ടുന്ന കുറഞ്ഞ അളവ്? ഉത്തരം ഓപ്ഷൻ എ 100 ml രക്തത്തിൽ ആൽക്കഹോൾ അംശം 30 mg മുകളിൽ വരുമ്പോൾ. ചോദ്യം 90. താഴെയുള്ള പ്രസ്താവനകളിൽ ശരിയേത്? ഉത്തരം ഓപ്ഷൻ സി 1ഉം 2ഉം. ചോദ്യം 91. മോട്ടോർ വാഹന നിയമം 1988 സെക്ഷൻ 134A പ്രതിപാദിക്കുന്ന ഗുഡ് സമരിറ്റൻ
എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി. ചോദ്യം 92. 24 വോൾട്ട് ഇലക്ട്രിക്കൽ സിസ്റ്റത്തിൽ പ്രവർത്തിക്കുന്ന ഹെവി വാഹനത്തിൽ ഉപയോഗിക്കാവുന്ന ഹെഡ്ലൈറ്റ് ബൾബുകളുടെ പരമാവധി പവർ അല്ലെങ്കിൽ വോൾട്ടേജ്? ഉത്തരം ഓപ്ഷൻ സി. ചോദ്യം 93. മോട്ടോർ വാഹന നിയമം 1988 വകുപ്പ് 207 പ്രകാരം രജിസ്ട്രേഷൻ ഇല്ലാതെ സർവീസ് നടത്തിയ വാഹനം പിടിച്ചെടുക്കുവാൻ അധികാരപ്പെടുത്തിയ ഉദ്യോഗസ്ഥൻ? ഉത്തരം ഓപ്ഷൻ ബി. പോലീസ് സബ് ഇൻസ്പെക്ടർ. ചോദ്യം 94. ഒരു മോട്ടോർ സൈക്കിളിൽ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട ഘടകങ്ങൾ? ഉത്തരം ഓപ്ഷൻ ഡി. ചോദ്യം 95. റൺ ഫ്ലാറ്റ് ടൈപ്പ് ടയറുകൾ ഘടിപ്പിച്ച ഒരു മോട്ടോർ കാറിൽ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട ഉപകരണങ്ങൾ? ഉത്തരം ഓപ്ഷൻ ബി. ചോദ്യം 96. താഴെ പ്രതിപാദിച്ചവയിൽ ഏത് തരം ട്രാൻസ്പോർട്ട് വാഹനങ്ങൾക്ക് സ്പീഡ് ഗവർണർ നിർബന്ധമല്ല? ഉത്തരം ഓപ്ഷൻ ഡി. ചോദ്യം 97. ഹസാഡസ് ചരക്കുകൾ കൊണ്ടുപോകുന്ന ടാങ്കർ ലോറികളിൽ എമർജൻസി ഇൻഫർമേഷൻ പാനൽ പ്രദർശിപ്പിക്കേണ്ടത് എവിടെയെല്ലാം? ഉത്തരം ഓപ്ഷൻ സി. പിൻഭാഗത്തും ഇരുവശങ്ങളിലും. ചോദ്യം 98. സ്വകാര്യ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന മോട്ടോർ വാഹനങ്ങളിൽ ഉപയോഗിക്കാൻ പാടില്ലാത്ത പെയിന്റിന്റെ നിറം? ഉത്തരം ഓപ്ഷൻ ബി. ചോദ്യം 99. സ്പാർക്ക് അറസ്റ്റർ നിർബന്ധമായി ഉണ്ടായിരിക്കേണ്ട വാഹനം? ഉത്തരം ഓപ്ഷൻ ബി. പെട്രോളിയം ടാങ്കർ ട്രാക്ക്. ചോദ്യം 100. ഫാസ്ടാഗ് നിർബന്ധമായും ഘടിപ്പിക്കേണ്ട മോട്ടോർ വാഹനം? ഉത്തരം ഓപ്ഷൻ സി. മോട്ടോർ ക്യാബ്.